ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും ആരോഹി വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ രാവിലെ ഇപ്പോൾ സമയം 5:45 ആയിരുന്നു കേട്ടോ. 5:45 ആയപ്പോൾ എണീച്ചിട്ടുണ്ട്. ഞാൻ കുട്ടിക്കൊക്കെ പാൽ കൊടുത്തിട്ട് കുട്ടിയെ നേരത്തെ എണീച്ചത് 5 മണിയൊക്കെ ആകുമ്പോൾ എണീച്ചിട്ടുണ്ട്. ഓന് പാൽ കൊടുത്ത് 5:30 ആകുമ്പോൾ എണീച്ചിട്ട് ചേച്ചീൻ്റെ ഫോൺ തരികയായിരുന്നു സമയം കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. അപ്പോൾ പുറത്തൊക്കെ ഭയങ്കര ഇരുട്ടായിരുന്നു കേട്ടോ. താഴത്തെ വീട്ടുകാർ മാത്രമേ എണീച്ചിട്ടുള്ളൂ, വേറെ ആരും എണീച്ചിട്ടില്ല. ഞാൻ അടുക്കള വശം കാണിച്ചു തരാം. കണ്ടില്ലേ, ഇന്നലെ അടുക്കള അടിച്ചിട്ടൊന്നുമില്ല ഗൈസ്, ചാരം വാരിയിട്ടില്ല. കാരണം ഇന്നലെ രാത്രി വൈകിയാണ് മീൻ കൊണ്ടുവന്ന് അയിലച്ചമ്പോനെയൊന്നും. അപ്പോൾ അതൊക്കെ പാടെ നന്നാക്കി വെച്ചപ്പോഴേക്കൊരു സമയമായിരുന്നു കേട്ടോ. പിന്നെ വേഗം കുട്ടീനെ എടുക്കാൻ ഓടുക ചെയ്തത്. അപ്പോൾ ഇതൊക്കെ രാവിലെ എടുക്കുക വെച്ചാണ്ട് രാത്രി ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്കതൊക്കെ ക്ലീനാക്കി വൃത്തിയാക്കിയിട്ട് കേട്ടോ. നമുക്കിന്ന് കുറച്ച് പണികളൊക്കെ ഉണ്ട്. ജപ്പാൻ വെള്ളം വന്നോന്ന് നോക്കണം. വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ബാത്റൂമിലും കുളിമുറിയിലും ഒക്കെ നിറയ്ക്കണം. എന്നിട്ട് വേണം കുളിക്കാനൊക്കെ. ഇന്നത്തെ വെള്ളമൊക്കെ കഴിഞ്ഞു. എൻ്റെ കുട്ടിയൊക്കെ ചൂടല്ലേ, എപ്പോഴും കുളിക്കുന്ന പണി തന്നെയാണ്. പിന്നെ ഞാൻ ചാരൊക്കെ വാരി അടുക്കളൊക്കെ അടിച്ചു വാരുക കേട്ടോ. രാവിലെ അടിച്ചാൽ അത്ര പൊടി ഉണ്ടാവില്ല, അങ്ങനെ വെയിലൊന്നും കഴിയില്ലല്ലോ. പിന്നെ ഗ്യാസ് സ്റ്റവ് തുടയ്ക്കിടുന്നുണ്ട്. രാത്രി മീൻകറി ഉണ്ടാക്കി അടുപ്പത്താണ്. എനിക്ക് തീപിടിപ്പിക്കാന്നപ്പോൾ വൈകിയെന്നു. എല്ലാ മനുഷ്യന്മാർക്കും അങ്ങനെ തന്നെയാവില്ല. ചില സമയത്തൊരു മടിയും വയ്യായ്മൊക്കെ ഉണ്ടാവില്ലേ. എനിക്ക് രാത്രി മീൻ ഉണ്ടാക്കുന്നതൊക്കെ ഭയങ്കര ദേഷ്യമുള്ള കാര്യമാണ് കേട്ടോ. കാരണം പുളിയൊക്കെ കഴിഞ്ഞ് ഫ്രഷായി ഒന്ന് കിടക്കാനിരിക്കുമ്പോഴേക്കും ഈ പണി. മീൻ കറിയൊക്കെ ഉണ്ടാക്കിയിട്ട് ഗ്യാസ് സ്റ്റവ് ഒന്നും കഴിക്കുന്നില്ല, തുടച്ചിരുന്നില്ല. അപ്പം രാവിലെ തുടക്കുകയാണ് ചായ വയ്ക്കാൻ മുന്നൊക്കെ. ഈ കുളിക്കാട്ട് ചാച്ചിക്കുമ്പോൾ വെള്ളം വന്നിട്ടോ. അപ്പം ഇനി കുളിക്കാനുള്ളതും ബാത്റൂമിലേക്ക് വെള്ളം നിറയ്ക്കുക. പിന്നെ ചേച്ചിക്ക് വെള്ളം കൊണ്ടുപോകാൻ കഴിയാത്തതുകൊണ്ടേ നോക്കും വേണ്ടിയിട്ട് വലിയൊരു ബക്കറ്റിൽ അങ്ങനെ അപ്പുറത്ത് നിറച്ച് വെക്കലാണ്. പെട്ടെന്ന് ആവശ്യം വന്നാൽ നമ്മൾക്ക് വേറെ പണിയാണെങ്കിലും ഒക്കെ എടുത്തുകൂടെ, അല്ലെങ്കിൽ പൂളിങ്ങനെ താങ്ങി പിടിച്ച് കൊണ്ടുപോകണ്ടല്ലോ, പാവല്ലേ. ശ്രദ്ധിച്ചാൽ നമുക്ക് തന്നെ നല്ലത്. പിന്നെ എനിക്ക് തോന്നി എന്തായാലും നല്ല വെള്ളമുണ്ട് ഈ ഡ്രമ്മ് കണ്ടതിൽ 1/4 ഭാഗം വെള്ളമുള്ള എന്നിട്ടോ. അപ്പോൾ ഞാനതിങ്ങനെ കൊണ്ടുവന്ന് ഇറക്കിയാണ്. എന്തായാലും സന്തോഷം നോക്കി ഇത് ഫുള്ളാക്കിന് ഞാൻ കേട്ടോ. ഇത് ഫുള്ളാവും ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴേക്ക് കുഴങ്ങുന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷേ എന്തോ അത് ഫുള്ളായി. ഇനിയിപ്പോൾ എന്തെങ്കിലും വെള്ളമുണ്ട് നമുക്ക് ഈ ഉമ്മറൊക്കെ ഒന്ന് അടിച്ച് കഴുകാം. എന്ന് രാവിലെ തുടയ്ക്കലല്ലേ, അടിച്ച് തുടയ്ക്കലല്ലേ. അപ്പോൾ നമുക്കൊന്ന് ഉരച്ച് കഴുകാനുണ്ട്. ചളിയൊന്നുമില്ല കേട്ടോ. ചളി വെച്ചാൽ 2-3 നേരമൊക്കെ തുടയ്ക്കലുണ്ടാകാം. എന്നുവെച്ചാൽ ഇപ്പോഴത്തെ ഈ ഒരു വീട് വൃത്തിയായി കിടക്കണം എനിക്ക് ഭയങ്കര നിർബന്ധമാണ് കേട്ടോ. വീണ്ടും പറയണെന്തുകൊണ്ട് അറിയോ, നമ്മളെ പഴയ വീടെന്ന് പറഞ്ഞാൽ ചെറിയൊരു വീടല്ലേന്നോ. ചെറിയ വീട് എന്ന് പറഞ്ഞാൽ ഇത് വലിയ വീടായിട്ടൊന്നും കേട്ടോ. നമുക്കൊരു വാർപ്പിൻ്റെ വീടെന്ന് പറഞ്ഞാൽ നമ്മളെ സ്വപ്നമാണ്. അപ്പോൾ ഈ വാർപ്പിൻ്റെ വീട് കിട്ടിയപ്പോൾ നമുക്കത് കൊട്ടാരത്തിന് തുല്യം തന്നെയാണ്. ചെറിയ വീടെന്ന് മറ്റേനെ പറയണത് എന്താ അറിയോ, ആ വീട് മുന്നത്തെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. ഒരു ഭാഗമൊക്കെ പൊളിഞ്ഞാടി ചെരിഞ്ഞ് എന്നുവെച്ചാൽ ഞങ്ങൾ ഓരോ നിമിഷത്തിനുള്ളിൽ കടന്നുറങ്ങിയത് പേടിച്ചത്. ഈ നിമിഷം തലേക്ക് പൊളിഞ്ഞാടുന്നൊക്കെ പേടിച്ചിട്ട് എന്നിട്ട് കടന്നുറങ്ങിയത്. എനിക്ക് 8 മാസമുള്ള സമയത്താണ് വീടിൻ്റെ ഒരു ഭാഗം 8 മാസമാണ് ശ്രീകുട്ടീനെ പ്രസവത്തിന് കൂട്ടിക്കൊണ്ടുവന്നേക്കാണ്. ശ്രീകുട്ടിയെ ഉണ്ട് ശ്രീകുട്ടിനെ ഗർഭിണിയാണ്. അപ്പോൾ ആ സമയത്താണ് വീടിൻ്റെ ഒരു ഭാഗമൊക്കെ പൊളിഞ്ഞാടിയത് കേട്ടോ. അന്നൊക്കെ 8 മാസമൊക്കെ ആയി, 9 മാസമായി. പിന്നെ പ്രസവിച്ച് കൊണ്ടുവന്നു. അതൊക്കെ അന്നൊക്കെ വരും മഴ നല്ല മഴ, പ്രളയം. ആ സമയത്തൊക്കെ ഞങ്ങളെ പേടിച്ചിട്ട് കിടന്നുറങ്ങിയത്. ഈ നിമിഷം വീഴുന്ന നിലയിലായിരുന്നു. പക്ഷെ നമുക്ക് വേറെ പോകാനൊരു ഓപ്ഷൻ ഇല്ല. ഇനി പോയാൽ തന്നെ എത്രയെന്ന് വെച്ചിട്ട് അപ്പുറത്തേക്ക് എല്ലാവരും വീട്ടിലേക്കും പോവാം. അപ്പോൾ ഒരുവിധം ഞങ്ങൾ അവിടെ തന്നെ കിടക്കൂട്ടോ. അപ്പോൾ 1-2 ആൾക്കാരല്ലല്ലോ, ഞാൻ, കുട്ടി, ചേച്ചി, ജീനു, അച്ഛനും അമ്മ എല്ലാവരും ഇല്ലേ. അപ്പോൾ എല്ലാവരും വീട്ടിലേക്ക് പോകണപ്പോൾ അതിനൊരു പരിധി ഉണ്ട് എപ്പോഴും അല്ലേ. അതിന് വീട്ടിലേക്ക് പോയി കിടക്കണമെന്നല്ല, പല കാര്യങ്ങൾക്ക് അങ്ങനെ തന്നെയാണ്. പിന്നെ എല്ലാ കാര്യങ്ങൾക്കും കുറച്ച് ലിമിറ്റ് വെക്കണം. നമ്മളെ ഭാവി ബന്ധങ്ങൾക്ക് വളരെ നല്ലതാണ്, ഉത്തമം. എന്തെങ്ങൾക്ക് അഭിപ്രായം? എൻ്റെ ഇത് അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഞങ്ങളവിടെ തന്നെ ഒപ്പിച്ച് പോയിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ വളർന്നത് ഞങ്ങൾക്ക് ഈ ഒരു വാർപ്പിൻ്റെ വീട് ചോരാത്ത പൊളിഞ്ഞാടാത്തൊരു വീട് കിട്ടിയപ്പോഴേ ഞങ്ങൾക്കിതൊരു കൊട്ടാരത്തിൻ്റെ പോലെ തന്നെയാണ് ഫീൽ ചെയ്യാണ്. അപ്പോൾ ഇത് ഏതിനും വൃത്തിയാവുന്ന എനിക്കൊരു വാശിയാണ്. എന്താ വെച്ചാൽ നമ്മളെ വീട്ടിലേക്ക് പണ്ടൊക്കെ ആൾക്കാർ വരുമ്പോൾ നമുക്ക് ആ നിമിഷം നമുക്ക് വേഗം അടിച്ച് നന്നാക്കണം. കാരണം എല്ലാം ഒരേ സ്ഥലത്ത് തന്നെയാണ് നമ്മൾ പെരുമാറുന്നത്, പഠിക്കുന്നത്, ചോറ് കഴിക്കുന്നത്, മറ്റ് ആക്ടിവിറ്റീസ്, ഞാൻ ചിത്രം വരയ്ക്കുന്നത്, നമ്മളെ പാട്ട് പാടുന്ന വീഡിയോ എടുക്കണമെങ്കിൽ ആ വീഡിയോ എടുക്കുന്നതൊക്കെ ഒരേ സ്ഥലത്തുനിന്ന്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു കേട്ടോ. എപ്പോഴും ഇങ്ങനെ അടിച്ച് വരെ ക്ലിയർ ചെയ്യണം. ഒന്ന് കഴിഞ്ഞാൽ ഒന്ന് അങ്ങനെ വഴിയേ ഉള്ളല്ലേ. പിന്നെ അതിലൊക്കെ വെള്ളം നിറച്ചു ഉമ്മറൊക്കെ അടിച്ച് കഴിക്കപ്പോൾ സമയം 7:24 കേട്ടോ. പിന്നെ വേഗം പോയി കുളിച്ച് നമുക്ക് ചോറിന് വെള്ളം വയ്ക്കാം. അപ്പോൾ ചോറിന് വെള്ളം വയ്ക്കുമ്പോൾ ചായക്കും വെക്കാം. കട്ടൻ ചായ ഒന്നും കുടിച്ചിട്ടില്ല, ചായ ഉണ്ടാക്കിയിട്ടുമില്ല. ഇനിയൊക്കെ ഇപ്പം തുടങ്ങട്ടെ.
5:45 തുടങ്ങിയ പണിയാണ് 7 വരെ. കാരണം നമ്മൾ ആ വലിയൊരു ഡ്രമ്മ് നിറക്കണ്ടേ, വെള്ളം അങ്ങനെ കൊണ്ട് മുക്കി ഒഴിക്കണ്ടേ. അത് നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഇങ്ങനെ സ്പീഡ് കൂട്ടിച്ച് കാര്യമില്ല, വെള്ളം നിറഞ്ഞ കൊണ്ട് ഒഴിക്കുമ്പോഴേക്ക് സമയം കുറച്ചാവുണ്ട്. എന്തായാലും ഇങ്ങനെ കാണിക്കട്ടോ. ഈ രാവിലെയൊക്കെ തീ പിടിപ്പിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പിടിച്ച് കിട്ടിയാൽ പിന്നെ കെടൂല. ഇതിന് ഞങ്ങൾ അടുപ്പ് എങ്ങനെ ഉണ്ട്, സൂപ്പറല്ലേ. ഇരുന്ന അടുപ്പാട്ടോ നിലത്തല വെച്ചത്. വീതനൊന്നും ഉണ്ടാക്കിയില്ലല്ലോ. അതൊക്കെ നമുക്ക് ഉണ്ടാക്കണം. വീതനൊക്കെ എല്ലാവരും വീട്ടിലുള്ള പോലെയല്ല സെറ്റപ്പ് വീതനയും. ഇനിയിപ്പോൾ ഞങ്ങൾ അടുത്ത സ്വപ്നം അതാണ് കേട്ടോ. കാരണം നമുക്ക് ഇതുവരെ അങ്ങനത്തെ അടുപ്പൊന്നും ഉപയോഗിക്കാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ല. ഞങ്ങൾ ഓർമ്മ വെച്ച കാലം തൊട്ടേ ഞങ്ങളെ വീട്ടിൽ പഴയൊരു ഇങ്ങനെ തന്നെ ഒരു ഇഷ്ടികയോ അല്ലെങ്കിൽ 3 കല്ല് വെച്ചുള്ള അടുപ്പ് തന്നെയാണ്. നമുക്ക് എന്താ വെച്ചാൽ വീട് പൊളിക്കുമ്പോൾ നമ്മളെ വീട് ഒരു ഭാഗം പൊളിഞ്ഞ് ചാടിയതിൻ്റെ ഒരു 4-5 വർഷം മുന്നേ തുടങ്ങി നമ്മളെ വീടിനെ അപേക്ഷിക്കാനായിട്ട്. നമുക്ക് വീടൊന്നും കിട്ടിയിരുന്നില്ല അന്നൊന്നും. ഇപ്പം അന്നൊക്കെ വീട് കിട്ടിയെങ്കിൽ ഇപ്പം നമ്മളെ കല്യാണത്തിന് മുന്നേക്കെ ഞങ്ങളൊക്കെ ഓരോ ജോലിക്ക് പോയൊക്കെ സെറ്റായിരുന്നു. അപ്പം നമുക്ക് കിട്ടിയില്ല, ഭാഗ്യമല്ല. എല്ലാവരും ഓരോ അധീനത്ത് എത്തിയപ്പോഴാണ് വീടൊക്കെ കിട്ടിയത്. അപ്പം നമുക്കൊക്കെ അതിനിറക്കാനും വയ്യ. പക്ഷേ നമുക്കൊരു മുതൽ മുറക്കാൻ ഇപ്പം ഞങ്ങൾക്ക് ഓരോ വഴിക്കായില്ലേ. അപ്പം അമ്മ ഇങ്ങനെ ഒറ്റയ്ക്ക് വേണം വെച്ചിട്ട് തന്നെ. അപ്പോൾ ചോറിന് വെള്ളം വെച്ചിട്ടോ. ഇനി ചായക്കും കൂടി കണ്ടിട്ടാണ് വെള്ളം വെച്ചത്. തീയാണെങ്കിൽ കാറ്റുകൊണ്ട് അങ്ങോട്ടും കീട് അങ്ങനെ കെട്ടില്ല നടക്കുക. ഞാൻ ഊതി ഒരു പരുവായിന്. അപ്പോൾ സായിട്ട് എണീച്ചത് ഞാൻ അതിന് കുറച്ചേരം കൊഞ്ചിക്കട്ടെ. പിന്നെ അപ്പോൾ വെള്ളം തിളച്ചു, ഇനി അരി ഇടണം. അപ്പോൾ ആദ്യം ഒരു പിടി അരി കുപ്പിയിൽ മാറ്റി വയ്ക്കാം, ബാക്കി അരി കഴുകി കൊണ്ടുവന്നു കേട്ടോ. ചായക്ക് മുക്കും ചെയ്യണം. നിന്ന് പണിയെടുക്കാനൊക്കെ ഇഷ്ടമായിട്ട് നിന്ന് അടുപ്പൊക്കെ നിന്ന് കിടക്കുമ്പോഴാണ് നമുക്ക് കയ്യിലും കാലിനൊക്കെ ഒരു ആയാസമൊക്കെ കിട്ടുള്ളൂ. എന്താ അറിയോ, അങ്ങനെ ഇരിക്കല്ലേ, പിന്നെ കുറേ എണീക്കണം. ആരല്ല ഇത്രയെങ്കിലും ഉണ്ടായില്ലല്ലേ. ഞാനിപ്പോൾ വിചാരിക്കുന്നു ഇത്രയെങ്കിലും ഉണ്ടായല്ലോ. നമ്മളാ വാടക വീട്ടിൽ നിന്ന് അങ്ങോട്ട് പോകുന്നില്ലേ, അല്ലെങ്കിൽ നമ്മൾ പഴയ വീടത്തെ പൊളിഞ്ഞ വീട്ടിൽ നിന്ന് പോകുന്നില്ലേ. പഴയ വീടിൻ്റെ കാര്യമൊക്കെ പറയുകയാണെങ്കിൽ ദൈവമേ, മഴ അങ്ങോട്ട് പെയ്തുള്ള വെള്ളം മൊത്തം നമ്മളെ വരണം വിളിക്കാം. പക്ഷെ ഞങ്ങൾ ഓരോ പാത്രം ഇങ്ങനെ വെക്കുള്ളിൽ കേട്ടോ. ഈ അടുത്ത കാലത്താണ് നമ്മളല്ല ഈ വീടോടാണെങ്കിൽ 3 കൊല്ലമായിട്ടുള്ളൂ. അതിൻ്റെ മുന്നത്തെ കഥയാണ് ഈ പറയണത്. മഴ പെയ്യുമ്പോഴുള്ള വെള്ളമൊക്കെ അകത്തേക്ക് ഞങ്ങളെ ബുക്ക് നനയും, കിടക്കണ കട്ടിൽ നനയും. ചിലപ്പോൾ കിടക്കുമ്പോൾ മുഖത്തേക്ക് അങ്ങനെ വെള്ളം വീണു. എന്നാൽ ഞാനൊക്കെ എത്ര മഴ ചെയ്താലും ഞാനവിടെ കിടക്കൂട്ടെ. പിന്നെ എന്താ വെച്ചാൽ നമുക്ക് മാറി കിടക്കാനുള്ള സ്ഥലമല്ല, എല്ലാവർക്കും ഉള്ള സ്ഥലത്ത് കിടക്കണ്ടേ. അല്ലോട് തുണിയൊക്കെ ഇട്ട് മുഖത്തൊക്കെ വിരിച്ചിട്ടൊക്കെ പിന്നെ കിടന്നുറങ്ങും അതിൻ്റെ ഒക്കെ. ഇപ്പോൾ ആലോചിക്കുമ്പോൾ ഞങ്ങൾക്ക് അത്ര ഇടങ്ങാറൊന്നുമില്ല കേട്ടോ. എന്താ വെച്ചാൽ അതൊക്കെ അന്നത്തെ ആ സ്പിരിറ്റ് അങ്ങനെ ചെയ്യുന്നു. പിന്നെ ചോറിന് അരി ഇട്ടു, ഇനി നമുക്ക് ചായക്കടി ഉണ്ടാക്കണം. അപ്പോൾ എന്നും നുറുക്കോതമ്പിൻ്റെ ഉപ്പുമാവ് വച്ചേറ്റിൻ്റെ ചോറായിട്ടേ കുട്ടികൾക്കൊക്കെ മടുത്ത് തുടങ്ങിയിരുന്നു. അപ്പോൾ ആട്ടപ്പൊടി ഉണ്ട് റേഷൻ പീടികയിൽ നിന്ന് കൊണ്ടുവന്നത്, നമുക്കത് പുട്ടാക്കാം. ചപ്പാത്തി ഉണ്ടാക്കണം നീന്നു, പക്ഷെ ചപ്പാത്തിൻ്റെ പലക വാഴക വീട്ടിൽ തന്നെയാണ്, ഇങ്ങോട്ട് എത്തിച്ചിട്ടില്ല. ഞാൻ അതൊക്കെ കൊണ്ടുവരാക്കിയപ്പോൾ രാവിലെ തന്നെ വയ്യ. അപ്പോൾ ഇതിൻ്റെ കുട്ടികൾ പിന്നെയും കരയും. അതിന് നല്ലത് വേവേം വെക്കുക. അപ്പോൾ ഞാൻ സായിനോട് പറഞ്ഞിട്ടോ പുട്ടുണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. പിന്നെ നോക്കും തന്നെ പുട്ട് വേണമെന്നായി. അപ്പോൾ ഇത് നല്ലോടെ ഞാൻ നേരത്തെ ചോറിന് വെച്ചപ്പോൾ വെള്ളം അതിന് കുറച്ച് മുക്കിയിരുന്നു. എന്താ വെച്ചാൽ പുട്ടിന് അമ്മ പറഞ്ഞു ചൂടുവെള്ളം കൊണ്ട് കുഴച്ച് ചിലപ്പോൾ നല്ല സോഫ്റ്റ് ആയല്ലോ വിചാരിച്ചിട്ടോ. എന്തായാലും ചൂടുവെള്ളം ഉപ്പിട്ട് നല്ലോണം കുഴച്ചിട്ടില്ല. കുഴച്ച് മീൻസ് പുട്ടിൻ്റെ പരുവത്തിലേക്ക് ഇട്ടണ്ടേ ഞാൻ മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ടോ. അല്ലെങ്കിൽ നടക്കൂല, അല്ലെങ്കിൽ ആ കട്ടത്തി വിടും. എനിക്കറിയാം, കാരണം പണ്ടൊക്കെ നമുക്ക് മിക്സിയിലിടുന്ന ഐഡിയ ഇല്ലല്ലോ. അന്നത്തെ പുട്ടിലൊക്കെ കാണാൻ ഓരോരോ വലിയ വലിയ കഷ്ണം ഇങ്ങനെ കിടക്കണം. ഇതാകുമ്പോൾ പൊടി പുട്ട് തന്നെ കിട്ടുമല്ലോ. അപ്പോൾ നമുക്ക് 2-ാം മണി കിട്ടിയിട്ടുണ്ട് ഗൈസ്. നമുക്ക് ചിര വിറ്റ് ചെയ്യാൻ ഇവിടെ സ്ഥലമല്ല. നമ്മൾ വാടക വീട്ടിലാ വീതം വെച്ചതിന് ഇവിടെ ഇപ്പോൾ എവിടെ വെക്കാൻ സ്ഥലമല്ല. അപ്പോൾ വീണ്ടും ഞാൻ നാളികേരം മിക്സിയിലിട്ട് ഇതാക്കി തന്നെയാണ്. അപ്പോൾ ചോറായിട്ട് കയ്യുമ്പോൾ നോക്കി പുട്ടിന് കുഴക്കാൻ ഇതൊക്കെ അങ്ങനെ കൊണ്ട് ചോറൊക്കെ ഊറ്റാൻ വന്നത് കേട്ടോ. അത് സാരല്ല, കുഴപ്പമൊന്നുമില്ല, എന്താണുക്കൊന്നുമില്ല, ഒക്കെ വൃത്തിയുള്ള സ്ഥലം തന്നെ അല്ലേ. ഓട്ടക്കയിലൊക്കെ അപ്പോൾ കഴിക്കച്ചോട്ട് നിർത്തതാണ്.
പണ്ടത്തെ അമ്മമാരൊക്കെ ഇങ്ങനെ തന്നെയാണ്, ഓരോ ഇതിനും കയ്യേകൊന്നുമില്ല. പിന്നെ അങ്ങനെ കയ്യേകാനേ നമുക്കത്ര വെള്ളമില്ല, അങ്ങനെ കിട്ടിയിട്ട് വേണ്ടേ. വെള്ളം കൊണ്ടൊന്നാണ് കളിക്കാൻ കഴിയില്ല നമുക്ക്. ഇനി വേനൽക്കാലം കൂടിയാണ്. വീട്ടിലുള്ള തേങ്ങ ഒട്ടിക്കാട്ടോ, തേങ്ങയാണ് എന്തൊരു ഉറപ്പാണ്ട് അമ്മേ. എൻ്റെ മനസ്സിൻ്റെ പോലെയാണ്, ഉറപ്പുകൊണ്ട് വയ്യ. മേടിയിട്ട് തേങ്ങ കിട്ടണമെന്നല്ല. ഞാൻ പുറത്ത് കൊണ്ടുപോയിട്ടോ, എന്നിട്ട് മേടി 5-6 വട്ടം കൂടി അത് കിട്ടി. അപ്പം എന്താ അറിയോ, വെള്ളം വളരെ കുറവ് എന്നിട്ടോ. അത് വെച്ചാൽ നമ്മളെ തേങ്ങൻ്റെ മൂത്ത് അങ്ങെത്തി തുടങ്ങിന്. അതായത് മൂപ്പ് കയറി കഴിയൂലേ, അതായത് വെള്ളം കുറഞ്ഞിട്ട് പിന്നെ ഉണക്കാനുള്ള ഭാഗം അയക്കെത്തീനതേ. അതാണ് മേടിയിട്ട് കിട്ടാത്തത്. പിന്നെ അതൊക്കെ ഞാൻ നല്ലോണം പൂണ്ടെടുത്താണ്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ലോണം ക്രഷ് ചെയ്തിട്ടോ ആ തേങ്ങ ചിരവ് പോലെയൊക്കെ ആയിരുന്നു. പിന്നെ അത് അങ്ങനെ ഇങ്ങനെയൊക്കെ ഇട്ട് ലെയറായി കിട്ടാണ്ട് നമുക്ക് പുട്ട് വേവിക്കാം. പുട്ട് കഴിക്കുന്ന ഒരു കാര്യം ഓർത്ത് ആകെ കുറച്ച് വെള്ളമുള്ള കുടത്തിൽ. കാരണം എന്താ വെച്ചാൽ നമ്മൾ ചോറിനും ഒക്കെ വെച്ചും ചെയ്തു. ചോറ് ഊറ്റുമ്പോൾ ബൈക്ക് ഒഴിച്ചു, വെള്ളമല്ല, ഇനി വെള്ളം പോയി കൊണ്ടുവരണം. ആദ്യം നമുക്കൊന്ന് കുറേ വെള്ളം കൊണ്ടുവരണം കേട്ടോ. ഈ ഒരു കുടം കൊണ്ട് എനിക്ക് വയ്യ. എന്താ വെച്ചാൽ ചില സമയത്ത് ഈ വെള്ളം വേണം താനും കൊണ്ടുവരാൻ വയ്യാത്തൊരവസ്ഥ ഉണ്ടാകുമല്ലോ. അപ്പം നമുക്കൊന്ന് തൽക്കാലം ഇപ്പോൾ ഒരു കുടം കൊണ്ട് ഉച്ചയ്ക്ക് ശേഷം നമുക്ക് ലോഡ് വെള്ളം കൊണ്ടുവയ്ക്കണം. വലിയ പാത്രത്തിൽ കൊണ്ടുവയ്ക്കാം, അത് നല്ലത്. അതൊക്കെ നമ്മളെ കിണർ നല്ല ആളുള്ള കിണർ തന്നെയാണ് കേട്ടോ. മൂന്ന് ബക്കറ്റ് വെള്ളം വേണമെന്ന് കുടന്നറിയണമെങ്കിൽ. അപ്പോഴാണ് ഞാൻ ആ വെള്ളമൊക്കെ മുക്കി ഇനി കൊണ്ടുവരികയാണ്. ഗൈസ്, വാടക വീട്ടിൽ നിന്ന് പൈപ്പ് എടുത്ത് തിരിച്ചാൽ മതിയെന്ന് എന്തോ ഒരു സുഖം എന്നറിയാം. പക്ഷേ സുഖം പറഞ്ഞിട്ട് കാര്യമില്ല. മാസം വാടക കൊടുക്കുമ്പോൾ അത് സുഖം കിട്ടിയെന്നില്ല. ഇവിടെ നിന്ന് വെള്ളം കൊടുന്നാലും കുഴപ്പമില്ല വിചാരിച്ചു, വാടക കൊടുക്കണ്ടല്ലോ. നമുക്ക് തിന്നാനുള്ള പൈസയ്ക്കാണ് ആ വാടകയായിട്ട് അങ്ങനെ പോയിന്ന്. വെള്ളം ഒഴിച്ച് നമുക്ക് ചുക്കവെള്ളം വെക്കണം. ഇന്നലെ വെച്ച വെള്ളം കുറച്ചുള്ളൂ. ഇവിടെ വെള്ളത്തിന് നല്ല ചിലവാണ്. പിന്നെ ചൂടുവെള്ളമൊക്കെ ഉണ്ടാക്കിയിട്ട് വേഗം കുറച്ച് ഫ്രിഡ്ജ് കഴിക്കുക. ഫ്രിഡ്ജിലത്തെ വെള്ളം ഫസ്റ്റ് കഴിയും. അപ്പോൾ കാലം കണ്ടോ, ഞാൻ ഉള്ള ലോഡ് കഴിക്കട്ടെ, പുറമൊന്നും ഇങ്ങോട്ട് മിനുക്കിയിട്ടുള്ളൂ. പക്ഷെ അധികം മറ്റേ ഇറക്കാൻ പറ്റില്ല. ഇപ്പം തന്നെ ഇതാക്കാനുള്ളല്ലേ, തിളപ്പിക്കാനുള്ളല്ലേ. അധികം ഇങ്ങനെ ഓരോ സമയം ഉരച്ച് കഴിഞ്ഞാലേ ആ കുടുക്ക പെട്ടെന്ന് ഇതാവും, തേഞ്ഞാൽ പിന്നെ ഓട്ടയായി പിന്നെ പറ്റില്ല. അങ്ങനെ പറ്റില്ലല്ലോ. സാധനം വാങ്ങി മാക്സിമം ഉപയോഗിക്കണമല്ലോ. അല്ലൊക്കെ എല്ലാവരും പിശുക്കിന്ന് വിളിക്കട്ടോ. കാരണം ഞാനൊരു മൊബൈലിൻ്റെ നമ്മളെ സ്ക്രീൻ കാർഡൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഞാനത് മാക്സിമം പൊട്ടിയിട്ടാണ് മാറ്റുക. അതേപോലെ തന്നെ എന്ത് സാധനം വാങ്ങുകയാണെങ്കിലും എന്തായാലും അത് മാക്സിമം അങ്ങേ തലവരെ ഞാൻ ഉപയോഗിക്കും. ഇതിന് ശേഷം മാത്രം മാറ്റും കേട്ടോ. ഞാൻ ആ പൈസക്കുള്ള എന്താ പറയുക, ആ പൈസ ഞാൻ മാക്സിമം അതിന് ഇതാക്കും. അല്ലെങ്കിൽ പിന്നെ ഈട് നിൽക്കാൻ സാധനത്തിന് വെറുതെ പൈസ ചിലവാക്കിയിട്ട് കാര്യമില്ലല്ലോ. നമുക്കങ്ങനെ പൈസ വരാനുള്ള വഴിയൊന്നുമില്ല. അപ്പം കണ്ടോ, തീ കെടാൻ മുന്നേ വെക്കേണ്ടിയിരുന്നു. ഞാൻ വെള്ളത്തിനൊക്കെ പോയ സമയത്ത് തീയൊക്കെ കെട്ടു. പിന്നെ അങ്ങോട്ട് ഊതി പോകുകയാണെങ്കിൽ കണ്ണിക്ക് അത് കയറുക. ഇനി സമയം എത്രയായിരുന്നു ചോർമല്ല. എന്നാൽ ഞാൻ കുറച്ച് കട്ടൻ ചായ കുടിക്കട്ടെ. പനിയൊക്കെ ഒരുവിധമൊക്കെ ഒതുങ്ങി കേട്ടോ. പുട്ടൊക്കെ ആയിരുന്നു. എന്നിട്ട് കട്ടൻ ചായ കുടിക്കാൻ എനിക്ക് ഇങ്ങനെ ക്ഷീണം കയറുക. അപ്പം അമ്മ പറഞ്ഞ് കുട്ടിക്ക് തിന്നാണ്ടാക്കുന്നല്ലേ. അപ്പോൾ കട്ടൻ ചായ കുടിക്കുന്ന നിർത്തിയിട്ട് ഞാനവിടെ വെച്ചാൽ കുട്ടി വിശന്ന് കരയാണ്. അപ്പോൾ അവന് കുറച്ച് ഒളാണ്ടി വരകി എടുക്കട്ടെ വിചാരിച്ചു. ഒളാണ്ടി വരകി എടുത്തിട്ട് വേണം നമുക്ക് ചായ കുടിക്കാൻ. അപ്പോൾ ഈ കുട്ടികളൊക്കെ എണീപ്പിച്ച് ഫ്രഷ് ആക്കണം. സായിട്ട് മാത്രം എണീച്ചത്. അപ്പോൾ കണ്ടോ, ശ്രീയിലൊക്കെ എണീപ്പിച്ചിട്ടുണ്ടോ. ഇനി ഒരു കിടന്ന പായും പുതപ്പും വീടിയൊക്കെ മടക്കി ഇങ്ങനെ മാറ്റി വെക്കണം. പക്ഷെ ഇതൊക്കെ നമ്മൾ രാവിലെ തന്നെ കുറേ പണികൾ അപ്പം ചെയ്ത് കഴിഞ്ഞാൽ പിന്നേക്ക് ഒന്നും ഉണ്ടാവില്ല കേട്ടോ. ഈ ഒരു വീട്ടിൽ എത്തിയാൽ പിന്നേക്ക് ഇങ്ങനെയാണ്. ശരിക്കും എപ്പോഴും വീട് വൃത്തി കിടക്കണം നിർബന്ധം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഞാൻ എന്താ കണ്ട കുട്ടി ഇപ്പോൾ രാവിലെ അവൻ ചെക്കനെ കിടത്തിയ പോനൊക്കെ വലിയ മൂത്രയിച്ചു. ഇതൊക്കെ തിരുമ്പും വേണം. അപ്പോഴേക്ക് ചൊളാണ്ടി നമ്മൾ ചൂടാറാൻ വെച്ച് തന്നിട്ട് ചട്ടിയിൽ തന്നെ. അപ്പോൾ അതൊന്ന് പ്ലേറ്റിക്ക് മാറ്റി ഞാൻ അമ്മയ്ക്ക് കൊണ്ടുവച്ചെടുക്കട്ടെ. കണ്ട പുട്ട് കണ്ടില്ലേ. ആദ്യത്തെ പൊടിഞ്ഞ എന്താ അറിയോ, അമ്മ ഇങ്ങനെ അമ്മേൻ്റെ കയ്യിന് വേദനയാണ്, നമുക്ക് തീരെ സുഖമല്ല. അപ്പോൾ അമ്മ പുട്ടെടുക്കാൻ ശ്രമിച്ചപ്പോൾ അതൊക്കെ ആകെ കുത്തി ഉടച്ച്. ഈ മിഠായി പിന്നെ നമ്മൾ വീടിൻ്റെ അടുത്തുള്ള കുട്ടീൻ്റെ പിറന്നാൾ തന്ന് ആ മിഠായി കൊണ്ടു തന്നാണ്. അപ്പം ഇനി നമുക്ക് ചായ കുടിക്കാമല്ലേ. ഇതാണ് കറി ഇട്ടത്. ഇന്നലത്തെ മീൻകറിയാണ്. അതിൽ ചെമ്പം കൊണ്ടുവന്നേ തന്നല്ലേ. അത് ഇന്നലെ മീൻകറി വെച്ചിട്ടേന്. അപ്പോൾ മീൻകറിയും കൂട്ടി ഞങ്ങൾ അങ്ങനെ പുട്ട് തിന്നെയാണ് ഗൈസ്. എന്താ ടേസ്റ്റ്. ചായ കൂടി കഴിഞ്ഞു. അടുത്ത അതിൻ്റെ എന്ത് പണിയപ്പോൾ എന്തായാലും അതിൻ്റെ ബാക്കി പണിയാണ്. പാത്രം കഴുകാണ്ട് ലോഡ് പാത്രം കഴുകാണ്ട് ചായ അടിച്ചല്ലേ എല്ലാവരും ഇല്ലേ. പിന്നെ ഇനി ഈ തേങ്ങ പൂളിനെന്താണെന്നറിയോ, നമുക്ക് ലൈം ഉണ്ടാക്കാം കേട്ടോ. കുറച്ച് നാരങ്ങ ഉണ്ട്, നമുക്ക് ഇനി ലൈം ഉണ്ടാക്കി വെക്കണം. എന്താ വെച്ചാൽ പണിയൊക്കെ എടുത്ത് ക്ഷീണിച്ച് വരുമ്പോഴേ ആ ലൈം എടുത്ത് കുടിക്കാമല്ലോ.
പിന്നെ അതൊക്കെ ഒന്ന് അടിച്ചു വാരിട്ടോ.